വേണ്ട, ഊർമിള മാഡം കേട്ടു വന്ന വഴക്ക് പറയും. സിസിലി ചേച്ചിയുടെ മാടം വിളി. അമൃത സിസിലിയോട് അടുക്കളയിൽ കയറണ്ടെന്നല്ലേ പറഞ്ഞത്? ചേച്ചി, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാര പാലട. അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഉമ്രലാദേവി അമൃതയോട് പറയും, അർജുൻ ഇഷ്ടപ്പെട്ട പാലട പായസം ഉണ്ടാക്കും മകളെ. പക്ഷെ വർഷം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം എടുക്കാൻ പറ്റി കളയും. അമൃത, പാലട കൊണ്ടുവന്നോളൂ. പാലട കൂച്ചാൻ വേണ്ടിട്ട് ഒരുത്തിന് അവിടെ കൊതിയിട്ടിരിക്കുക. അമുൽ ബേബി, ഞാനുണ്ടാക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഞാനുണ്ടാക്കിയ കഴിക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ അമൃത വന്നിട്ട് പറയും, ഞാൻ പായസം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എന്തിനാ, ഞാൻ ഉണ്ടാക്കുന്നത് അദ്ദേഹം കഴിക്കില്ലല്ലോ. അമ്മേ, എനിക്ക് ഓഫീസിൽ പോയ സമയമായി, ഞാൻ ഇറങ്ങാം. അമുൽ ബേബി ബി ലൈക്ക്, എനിക്ക് പായസം വേണം. അമ്മ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കഴിക്കാറില്ല, ഞാൻ ഓഫീസിൽ പോവാ. എടാ, നിനക്ക് ജോലി ചെയ്യണം, ഓഫീസിൽ പോകണം എന്നല്ലാണ്ട് വേറെ ഡയലോഗ് ഒന്നും ഇല്ലേ? അർജുൻ, ഒരു 5 മിനിറ്റ് ഞാൻ ഉണ്ടാക്കി തരാം. മോനെ നിക്ക്, 5 മിനിറ്റ് അമ്മ ഉണ്ടാക്കി തരുന്നത് മാഗിയാ. വേണ്ടമ്മേ, ടൈമായി. ഇത്ര നാളെ അമൃത ഉണ്ടാക്കണതൊന്നും കുടിക്കില്ലായിരുന്നു, അമ്മ ഉണ്ടാക്കണത് ഞാൻ കുടിക്കും. പാലട ഉണ്ടാക്കി ഓഫീസിൽ കൊടുത്തു വിട്ടാ പോരെ, അതില് തീരില്ലേ കാര്യങ്ങള്. രാവിലെ പാലട കുച്ചിട്ടാണ് ഇവരൊക്കെ ജോലിക്ക് പോണേ. അങ്ങനെ നമ്മുടെ ഉമ്രലാദേവി പാലട പായസം ഉണ്ടാക്കുമ്പോ ഉമ്രലാദേവി എങ്ങനെയാണ് പാലട പായസം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കവർ എടുക്കുക, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മറ്റേ സാധനം കട്ട് ചെയ്യുക, ഇതിലേക്ക് ഇടുക, പാലൊഴിക്കുക, അടുപ്പത്ത് വയ്ക്കുക, ഇളക്കുക. ഇതാണ് ഉമ്രലാദേവിയുടെ സ്റ്റൈല്. പക്ഷെ അമൃതേനോട് പറഞ്ഞത് അട കുഴച്ചുണ്ടാക്കാനാ. ജാതി ആ പരിപാടി കാണിക്കുന്നുണ്ട് ഉമ്രലാദേവി. ഒരാൾക്ക് അട കുഴച്ച് നിങ്ങൾ ഈസി ആയിട്ട് ഇൻസ്റ്റന്റ് പാലട. എന്ത് പരിപാടി? ഓഫ് ഷോർ ഇന്ത്യ ലിമിറ്റഡിന്റെ MOU ഫയൽ എടുക്കാൻ മറന്നു, വീട്ടിൽ വിളിച്ച് പറഞ്ഞെടുപ്പിക്കും. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അർജുൻ പാലട പായസം കുടിക്കാത്തതുകൊണ്ട് ഏതൊരു ഫയൽ എടുക്കാൻ മറന്നു. സെക്രട്ടറി വിളിച്ച് വീട്ടിലേക്ക് പറയും, ഹലോ, ആ ഫയൽ ഒന്ന് ഇവിടെ എത്തിക്കണം കേട്ടു. അപ്പൊ അമൃത പറയും, ഓക്കെ ഡൺ, ഞാൻ എത്തിക്കാം. ബെസ്റ്റ് ആളോടാണ് ഇത് പറഞ്ഞത്. ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ആവുന്ന 100% ഉറപ്പായി. ഒരു ഫയൽ എന്നാണല്ലോ പറഞ്ഞത്, ഇതിലിപ്പോ ഏതാ? അമൃത പോയിട്ട് അലമാരിൽ നോക്കുമ്പോ, അയ്യോ, ഇവിടെ 10-20 ഫയൽ ഇരിക്കണ്ടല്ലോ, എല്ലാം കൊടുത്തുവിടാം. ഒരെണ്ണം കൊടുത്തേച്ചാ അതല്ലെങ്കിൽ വീണ്ടും വരേണ്ടി വരും. എല്ലാം കൊടുത്തേക്കാം. അങ്ങനെ 10ാം ക്ലാസ്സിലും +2ലും സർട്ടിഫിക്കറ്റ് അടക്കം അപ്പുറത്തെ ക്ലബ്ബിൽ ചാക്കിലോട്ട മത്സരത്തിന് 3rd പ്രൈസ് കിട്ടിയതിന്റെ സർട്ടിഫിക്കറ്റ് വരെ അമൃത കൊടുത്തയക്കും. കുഞ്ഞുണ്ടാക്കിയ കുറച്ച് പേട കൂടി കൊടുത്തു വിട്ടാലോ? എന്തായാലും നടി ഉറപ്പായി. ഇതെന്താ എല്ലാ ഫയലും കൂടി? മിസ്റ്റർ അർജുൻ, ഇറ്റ്സ് ഷെയിം. അങ്ങനെ ഫയൽ എല്ലാം കൊണ്ട് കൊടുത്തതിന്റെ ഭാഗമായിട്ട് പ്രൊജക്ട് ക്യാൻസൽ ആവുന്നു. വേറെ ഒന്നല്ല, അതിലെന്തോ കോൺഫിഡൻഷ്യൽ ഫയൽസ് ഉണ്ടായിരുന്നു, അതും കൊണ്ടുവന്നു പറഞ്ഞ് ഇവർ പ്രൊജക്ട് ക്യാൻസൽ ആക്കുന്നു. അതിലിരിക്കുന്ന 2 ഫയലുകൾ വെരി കോൺഫിഡൻഷ്യൽ ആണ്. ഇനി ഈ പ്രോജക്റ്റിന് ഒരു റീതിങ്കിങ് വേണ്ടി വരും. ഒരു പ്രൊജക്ട് ക്യാൻസൽ ആക്കുന്നതാണ് നിങ്ങളിപ്പോ കാണുന്നത്. എന്താണിത്? പ്രൊജക്ട് പോയ വിഷമത്തിൽ അർജുൻ വീട്ടിലേക്ക് വരുന്നു. ഇതേതാ ഈ എക്സ്പ്രഷൻ? അർജുനെ, നിന്നോട് ദേഷ്യം കാണിക്കാനാ പറഞ്ഞ, അല്ലാണ്ട് പൈൽസിന്റെ പരസ്യത്തിലുള്ള എക്സ്പ്രഷൻ അല്ലത്. ഇവന്റെ ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് അമൃതയ്ക്ക് നാണം വരുന്നു. എനിക്ക് ചിരിക്കാൻ വയ്യ. അർജുന് ഒരേ പൊളി. സിസിലി ചേച്ചി ബി ലൈക്ക്, ഞാനിവിടെ നിന്ന് കഴിഞ്ഞത് ഞാൻ ക്ലീൻ ചെയ്യേണ്ടി വരും, ഒളിക്കാം. കമ്പനിയുടെ സീക്രട്ടുകൾ അടങ്ങുന്ന കോൺഫിഡൻഷ്യൽ ഫയലുകൾ. അമൃത, ഞാനാ എപ്പ ഇദ്ദേഹത്തിന്റെ ഷെൽഫിലിരുന്ന ഫയലെല്ലാം ഞാൻ കൊടുത്തയച്ചു. അവിടെ ഇരുന്നൊക്കെ കൊടുത്തുവിട്ടമ്മേ, കോൺഫിഡൻഷ്യൽ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ലോകത്തിലെ എല്ലാ സർവകലാശാലയിൽ നിന്നും എല്ലാ ഡിഗ്രിയും വാങ്ങി വന്നതല്ലോ നീ. കലിപ്പൻ അർജുൻ, നിനക്ക് ഞാൻ തരുന്ന അവസാനത്തെ വാണിംഗ് ആണിത്. അപ്പൊ ഉമ്രലാദേവി ബി ലൈക്ക്, ഇത് നിന്റെ അവസാനത്തെ വാണിംഗ് ആണ്. അമൃത, നിങ്ങൾ വാണിംഗ് താത്തല്ലേ, കൂടി ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇറക്കി വിടും. ഇറക്കി വിടന്നെ എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കും അല്ലേ? ഉമ്രലാദേവി വാണിംഗ് കൊടുക്കണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ. കുറച്ച് കഴിഞ്ഞ് അർജുൻ അവിടെ എന്തൊരു സ്ഥലത്തിന്റെ അഡ്രസ് എഴുതി വെക്കായിരിക്കെ. അപ്പൊ അമൃത എന്ത് ചെയ്യും, അർജുന് ചായം കൊണ്ടുപോകും. എന്തൊരു സ്നേഹമുള്ള ഭാര്യ, അടുത്ത് അടി കിട്ടാൻ വേണ്ടിട്ടാ പോണേ. നീ ഇതൊരു പോയില്ലേ, ഇറങ്ങി പൊടി വിടുന്നു. ഞാൻ പറഞ്ഞില്ലേ, അർജുൻ അഡ്രസ് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോ അമൃത ചായ അത് മിക്കങ്ങോട്ട് ഒഴിക്കും. റോട്ടി കുടപ്പോണ എല്ലാ വള്ളിയും നമ്മുടെ അമൃത കറക്റ്റ് പിടിക്കും. അതിന്റെ എക്സ്പ്രഷൻ നോക്ക്. അഡ്രസ് പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എനിക്കോർത്ത് പറയാൻ കഴിയും. ഓ മൈ ഗോഡ്, അമൃത ഒരു പഠിപ്പിയായിരുന്നു ഗായ്സ്. അപ്പൊ അർജുന് വേറൊരു കോൾ വരും, അഡ്രസ് പറ. അപ്പൊ അർജുൻ ഇത്ര നേരം കലിപ്പിട്ട അർജുൻ, അമൃത പ്ലീസ് അഡ്രസ് പറ. എക്സിക്യൂട്ടീവ് ഡയറക്ടർ.
ദി എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ആ ഓക്കെ, അത് ഓക്കെ. മറൈൻ സ്ട്രീറ്റ് മറൈൻ സ്ട്രീറ്റ്, എത്ര നേരം നിനക്ക് ഭയങ്കര കലിപ്പായിരുന്നു, ഇപ്പൊ കലിപ്പ് പോയാ? 89. ബോംബെ 89. എന്നാലും എന്റെ സംശയം എന്ന് വെച്ചാൽ ഇത്രയും ഡിഗ്രി ഒക്കെ ഉള്ള പിന്നെ ഒരു അഡ്രസ് ഓർത്തിരിക്കാൻ പറ്റുള്ളടേ. പാവം നമ്മുടെ അമൃത വേണമായിരുന്നു അവന്. അവന്റെ എക്സ്പ്രഷൻ നോക്ക്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ പ്രണയം പൂവ് ഇടുന്ന്, പക്ഷെ പൂവ് ഇട്ടില്ല, കായ ഇട്ടില്ല, പിന്നെയും ചീത്ത വിളി. ശല്യപ്പെടുത്താൻ തീരുമാനിച്ചിറങ്ങിയിരിക്കാൻ നീ. അമൃത വിലയ്ക്ക് പുല്ല് അഡ്രസ് പറഞ്ഞാലും ചീത്ത വിളി, പറഞ്ഞില്ലെങ്കിലും ചീത്ത വിളി. ഇതെന്താണിത്? അതിന്റെ ഇടയ്ക്ക് നമ്മുടെ വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് അടുക്കളയിൽ പോയിട്ട് ചുറ്റിക്ക് എടുത്ത് പാത്രമൊക്കെ ചളക്കി ചവിട്ടി കൂട്ടി ആകെ നശിപ്പിക്കും. അപ്പൊ ഉമ്മർലാദേവി വരാൻ പോകും. അപ്പൊ ഉമ്മർലാദേവി വരുമ്പോഴേക്കും ഇവർ ഇതൊക്കെ ചാക്കി കയറ്റിട്ട് അമൃതയോട് പറയും, നീ ഇതാരോടും പറയരുത്, എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കും പ്ലീസ്, ഇതാരോട് പറയുന്നത്. അപ്പൊ അമൃത പറയും, ഇല്ല ചേച്ചി ഞാൻ പറയൂല. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. മേഡം പറഞ്ഞത് ഞാൻ അതുപോലെ ചെയ്തിരിക്കും. എന്നിട്ട് മായാവതി ഏർപ്പാടാക്കി ഒരു ആക്രിക്കാരനെ വിളിച്ചുകൊണ്ട് വന്ന് വർഷകത്ത് കയറ്റും. പറയും, ഞാൻ പറയുന്നത് കേൾക്കണേ മോനെ. അങ്ങനെ അപ്പ കയ്യിലുണ്ടായ പാത്രം അരവിരിട്ട് ചളക്കും. ഉമ്മർലാദേവി മധുമതിയും വന്നപ്പോ വരെ ഇവര് പാത്രം ചളക്കൊണ്ടിരിക്കാന്ന്. എന്താ? എന്നാലും ഇവര് വന്നപ്പോഴും ആ പാത്രം ചളക്കണ ആക്രിച്ചേട്ടനാണ് എന്റെ ഹീറോ. എന്താ ആത്മാർത്ഥത? ആത്മാർത്ഥതയുടെ നിറം കൂട്ടാണ്. ഉമ്മർലാദേവി ആര് പറഞ്ഞിട്ടാണോ താൻ വന്നേ? അപ്പൊ ആക്രിച്ചേട്ടൻ പറയും, ഈ അമൃത മോള് നിങ്ങളോട് ആരാ ഇവിടെ വരാൻ പറഞ്ഞത്? അമൃത മേഡം ഇവിടെ വരാൻ പറഞ്ഞത്. അമൃത എടാ കള്ള കാരം ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. അങ്ങനെ ഉമ്മർലാദേവി അമൃതേനെ എടുത്ത് അങ്ങോട്ട് എറിയും. അമൃതയുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വലിച്ചെറിയും, അതിന്റെ കൂടെ ഫോട്ടോയും വലിച്ചെറിയും. അങ്ങനെ നമ്മുടെ പാവ അമൃത പിന്നെ ഇരുന്ന് കരയും. അങ്ങനെ ഊർമിളാദേവി ചീത്ത പറഞ്ഞ വിഷമത്തിൽ അമൃത ബാഗൊക്കെ പാക്ക് ചെയ്ത് എന്തോ ഒരു പ്രതിമയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നോക്കും. അപ്പൊ നമ്മുടെ ചക്കിമോള് കൊടുത്തത് അത്. അങ്ങനെ ആ പ്രതിമേനെ കെട്ടിപ്പിടിച്ച അമൃത പിന്നെ നിന്ന് കരയും. അത് കഴിഞ്ഞ് മേശയം ഇരിക്കുന്ന ചിരിച്ചിരിക്കുന്ന അർജുനന്റെ ഒരു ഫോട്ടോ എടുക്കും. അർജുനനല്ല, രാവണനാ. അങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ ദേശമായി വീട് വിട്ട് വാഴ പൊത്തിക്കൊണ്ട് നമ്മുടെ അമൃത കൊച്ചു വീട് വിട്ട് പോവും. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അമൃത ഇനി തിരിച്ചു വരുമോ? ഉമ്മർലാദേവിയും അമൃതയും തമ്മിലുള്ള വഴക്ക് മാറുമോ? അർജുനനല്ല, അവൻ നമ്മുടെ അമൃത കൊച്ചിനെ സ്വീകരിക്കുമോ? ഇവർ ഒന്നിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഉമ്മർലാദേവി വേറെന്തൊരു സംഭവം ചെയ്യുന്നുണ്ട്, നമുക്ക് കണ്ടോക്കത്. ഈ പാവത്തിന്റെ ഈ സ്വപ്നങ്ങൾ എന്നെങ്കിലും പൂവണിയുമോ? സ്നേഹം ഒരുവൾക്കായി മാത്രം നൽകിയ ഇവന് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം. ശരിക്കും ഈ ചെന്നായ്ക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ഇവളെ രക്ഷിക്കാൻ, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കാൻ ഇവർ ഒരുങ്ങുന്നു. ഓ